ജെയ്സിന്റെ വർക്കിൽ വളരെ പ്രിസൈസ് ആയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ടുള്ളത് ഓരോ ഒരു പ്രധാനപ്പെട്ട അതിന്റെ ഒരു കഥാപാത്രമാണ് നായക കഥാപാത്രം ഇത് കൊടുക്കുന്ന തീം മ്യൂസിക്കിനുള്ള ബാക്കിങ്ങിന് മെറ്റഫറുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇപ്പം സൂര്യ സാഗറിന്റെ ഈ നരകാസുരന്റെയും കൃഷ്ണന്റെയും കാര്യം എടുത്ത് പറയുന്നത്, അല്ലെങ്കിൽ തുടരുവിലെ ഒരു ഒറ്റയാനെ എടുത്ത് കാണിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള മെറ്റഫറുകൾ കൂടി പ്ലേസ് ചെയ്യുമ്പോൾ ആളുകൾക്ക് ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആണ് അതിന്റെ തീം മ്യൂസിക്. ഇപ്പം പള്ളിച്ചട്ടമ്പി എന്നുള്ള പേരിൽ തന്നെ അതിനോട് അങ്ങനെ ഒരു സ്കോപ്പ് ഉണ്ടല്ലോ. രാജതന്റെ ക്യാരക്ടർ ഒരുപാട് ഫൈറ്റ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഒരു വീരാരാധന ഉണ്ടാവുന്ന ഒരു മനുഷ്യൻ, അങ്ങനെ ഒരു ഇമേജ് കൊണ്ടിട്ടുണ്ട്. അപ്പൊ പള്ളിച്ചട്ടമ്പിൽ എന്താ ഒരു തീമായിട്ട് ഒരു മെറ്റഫർ ഇൻ ടേംസ് ഓഫ് മ്യൂസിക്? മെറ്റഫറായിട്ട് യൂസ് ചെയ്തില്ല. ഞാൻ എപ്പോഴും നോക്കുന്നത് ആ സ്ക്രിപ്റ്റിലെ ഇമോഷണൽ കോർ ഒന്ന് പഠിക്കാനാണ്. അപ്പൊ ഇതിൽ നിങ്ങൾ സിനിമ കാണുമ്പോൾ അറിയാം, ചട്ടമ്പയുടെ ക്യാരക്ടർ അണ്ടർഗോ ചെയ്തിരിക്കുന്ന പുള്ളി ഈ പ്രസന്റിലോട്ട്, അതായത് 50s വന്നിരിക്കുന്ന സമയത്ത് ബാക്ക് സ്റ്റോറിയിൽ ഉണ്ടായിരിക്കുന്ന ഒരുപാട് ട്രോമ ഉണ്ട്. അത് അപ്പൊ എനിക്ക് ഞാൻ എപ്പോഴും ലുക്കാറ്റ് ലോക്കലാണെങ്കിലും ഞങ്ങൾ ഫസ്റ്റ് ടീസറിൽ വിട്ടത് ആ ഒരു മെയിൻ ആ മദറുമായിട്ടുള്ള ഒരു കണക്ഷനാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു സിസ്റ്ററുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾക്കറിയാം. അപ്പൊ ഐ ഓൾവേസ് ലുക്ക് ഫോർ ദാറ്റ് ഇമോഷണൽ കണ്ടന്റ്. എവിടെയാണ് പടത്തിന്റെ ഇമോഷണൽ കോർ ഇരിക്കുന്നത് എന്നുള്ളൊരു കാര്യം. പിന്നെ അതിനെ ഞാൻ കുറെ നാള് ട്രൈ ഔട്ട്, എങ്ങനെ പോവാം, വോയിസ് വെച്ച് പോകണോ, ഓർക്കസ്ട്രലായിട്ട് പോകണോ. ഇതിപ്പോ ഒരു കാലഘട്ടമുണ്ട്, എന്നാൽ ഒരുപാട് ഡേറ്റഡ് ആവാൻ പാടില്ല, കുറച്ച് ന്യൂ ഏജ് ആയിട്ട് സൗണ്ട് ചെയ്യണം, എന്നാലും തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റും. സോ ഒരു മിഡിൽ ഗ്രൗണ്ട് ഹൈബ്രിഡ് എന്ന് പറയും. വി ചോസ് സം ഓർക്കസ്ട്രൽ, സം ഇലക്ട്രോണിക് എലമെന്റ്സ്, പിന്നെ വോയിസ് യൂസ് ചെയ്തു. എങ്ങനെ ചട്ടമ്പിനെ നമുക്ക് വിവരിക്കാൻ പറ്റും ഒരു ലിറിക്കൽ ക്രിസ്ത്യൻ കോണ്ടെക്സ്റ്റുകൾ അതിൽ കൊണ്ടുവന്ന്. കാരണം ആ ഒരു ടെറൈൻ അങ്ങനെ ആയതുകൊണ്ട് തന്നെ പിന്നെ അതിലുപരി ആ കോർ ഇമോഷനെ ബോറോ ചെയ്തിട്ടാണ് ആ തീമിലോട് വന്നത് തന്നെ. ഞാനത് കമ്പോസ് ചെയ്യുമ്പോൾ ഇരിക്കുന്ന ചട്ടമ്പി അനുഭവിച്ച ആ പെയിൻ മനസ്സിൽ ഉൾക്കൊണ്ട് അതിനെ എങ്ങനെ എലിവേറ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ്. സോ ഐ ബിലീവ് ഫിലിം സ്കോറിംഗ് ഇസ് ഓൾ അബൌട്ട് ഗോയിങ് വിത്ത് ദ റൈറ്റർ. റൈറ്ററുടെ കയ്യിലാണ് ഫസ്റ്റ് എന്താ പറയുക സ്കോറിന്റെ ഒരു ഗ്രാഫ് ഇരിക്കുന്നത്. പിന്നെ എഡിറ്റ് തരുമ്പോൾ അത് കുറച്ചുകൂടെ ക്ലിയർ ആണ്. പിന്നെ പെർഫോമൻസ് കാണുമ്പോൾ ടോബി ഒരുപാട് ആ എഫേർട്ട് എടുക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. ഓക്കെ, ഐ തിങ്ക് ഇത് ഇത്ര ഇട്ടാ പോലെ കുറച്ചുകൂടെ എലിവേറ്റ് ചെയ്യും. എസ്പെഷ്യലി ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ എത്രത്തോളം ഹീറോ എലിവേഷൻ കിട്ടുന്നു അത്രത്തോളം ഓഡിയൻസിൽ അത് എൻഗേജ് ചെയ്യണം. കാരണം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ, നേരത്തെ ഒരാൾ ചോദിച്ച പോലെ പള്ളിച്ചട്ടമ്പി ഈസ് അബൌട്ട് ചട്ടമ്പിയുടെ കഥ തന്നെയാണ്. അപ്പൊ ചട്ടമ്പിനെ നമ്മൾ എത്രത്തോളം അൺപാഷനിലി എലിവേറ്റ് ചെയ്യാൻ പറ്റുന്നു, തിയേറ്ററിൽ ഓഡിയൻസ് അത് അക്സെപ്റ്റ് ചെയ്യാൻ. അപ്പം അതിനുള്ള പണി എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. യു വാച്ച് ഇട്ട്. പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ആ സ്കോറിന്റെ ആ തീം അപ്രോച്ച് ചെയ്യുന്നത്. ഇപ്പം തുടരുമ്പില് തരുൺ എനിക്ക് കുറെ ഡിസ്ക്രിപ്ഷൻ തന്നു, ഇങ്ങനെ ആനയുടെ പാമ്പിന്റെ. ഇവിടെ ഐ ട്രൈ ടു എക്സ്ട്രാക്ട് എന്താണ് ചട്ടമ്പിയുടെ കോർ ഇമോഷൻ, അതിനെങ്ങനെ മാസിയാക്കാം, അതിനെങ്ങനെ സങ്കടമുള്ളതാക്കാം, ആ ചട്ടമ്പിയുടെ ഇമോഷനിലൂടെ നമ്മളെങ്ങനെ പോകാന്നുള്ളത് മാത്രമേ. സ്ട്രിക്ട്ലി ഫ്രം ചട്ടമ്പിയുടെ പെർസ്പെക്ടീവ്.